നാശം പിടിക്കാൻ സ്റ്റക്കായല്ലോ ഈ ഫോണ്. എന്തുവാടാ ഇത്? മര്യാദയൊന്നും പബ്ജി കളിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. നീ തന്നെ എന്നോട് ഇത് പറയണം. രാവിലെ തുടങ്ങുന്നതോ പബ്ജി, ഫ്രീ ഫയർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഓൺലൈൻ ക്ലാസ്, പിന്നെ പാതിരാത്രി അവന്റെ വിദേശ പര്യടനം. ഇത് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ചാർജിങ്ങിന് ഇട്ട് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വെക്കും. നീ ഒരു നിമിഷമെങ്കിലും മൊബൈൽ ഡേറ്റ ഓഫ് ആക്കി ഇട്ടിട്ടുണ്ടോ? ഞാൻ നിന്റെ കൂടെ വന്ന കാലം മുതൽ ആ 4G കിടന്ന് ചുട്ടുപഴുത്തോണ്ടിരിക്കുക. ചുട്ടുപഴുത്തിരിക്കുന്ന സമയത്ത് ആ 2Gയിലോട്ടൊന്ന് മാറ്റിയാലോ? അപ്പൊ അവൻ എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ട് 4G. എന്ന കാലം മുതൽ ബംഗാളി പോലെ പണിയെടുക്കുക. വയസ്സായി, പഴയ പോലൊന്നും വയ്യ. പിന്നെ ഞാൻ എന്തോ ചെയ്യണമെന്ന് ഇയാൾ ഈ പറഞ്ഞ ഈ കോവിഡ് സമയത്ത് എന്തോ ചെയ്യണമെങ്കിലും ചുമ്മാ ഇരുന്ന് ഞാൻ മടുത്ത് മുരഞ്ഞു. ആകെ നീ മാത്രമുള്ള കേട്ടോ എനിക്ക് ആശ്രയം. നീ ഇങ്ങനെ പറയാൻ ഒരിക്കലും പാടില്ല. പൈസ വേണോടാ, വേറെ ഫോൺ മേടിക്കും. പാവം മുതലാളി. ടൂർണമെന്റ് തുടങ്ങുന്ന സമയമായി. പുതിയ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? അതെ ഡാ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം. എടാ മോനെ, നീ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ട്. അപ്പൊ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, അതുപോലെ ഒരു ദുഃഖ വാർത്തയുണ്ട്. അതെന്ത് വാർത്തയാ? സന്തോഷ വാർത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇനി മുതൽ റെസ്റ്റ് ആണ്, ഫുൾ ടൈം. അത് കൊള്ളാം. അപ്പൊ എന്ത് ദുഃഖ വാർത്ത? നിന്നെ വിൽക്കാൻ പോവാ. അതെന്തോ അങ്ങനെ? ഞാൻ ഇത്രയും നാളെ നിന്റെ കൂടെ നിന്നില്ലയോ? ഇത്രയും നാളെ നിന്റെ എല്ലാ ഉടായ്പിനും ഞാൻ കൂട്ടി നിന്നവനാ. എല്ലാം എന്റെ കയ്യിലുണ്ട്. എന്നെ ആ മൂലക്കെങ്ങാണെ ഇരുത്തിയാ പോരെ? ഇടയ്ക്കൊക്കെ എന്നെ എടുത്ത് ഉപയോഗിച്ചോ? അയ്യോ, അതൊന്നും പറ്റത്തില്ല. നിന്നെ ഇവിടെ കൊടുത്താലേ എനിക്ക് നല്ലൊരു ഫോൺ മേടിക്കാൻ പറ്റത്തുള്ളൂ. റെസ്റ്റ് എടുക്കളി. എന്തുവാ ഇത് പിണങ്ങുന്ന? റെസ്റ്റ് എടു. അത് മാത്രല്ല, കടയിൽ കൊടുത്താലോ വല്ല അമ്മാമാരും വല്ല വന്ന് മേടിച്ചോണ്ട് പോകോളൂ. അതാകുമ്പോ ആളുകൾ സുഖമായിട്ടോട് ജീവിക്കാം. അവരാണെങ്കിൽ കോളിങ്ങിന് മാത്രമേ ഉപയോഗിക്കത്തില്ല. എങ്ങനെ മനസ്സിലായോ? ഇപ്പൊ എന്നെ കൊടുക്കാൻ പോവാ അല്ലയോടെ ദുഷ്ട. അളിയൻ പോയി എൻജോയ് ചെയ്യാൻ, അടിച്ച് പൊളിക്ക് ചെല്ല്.